Good morning to all. Today we will discuss the anomalous secondary thickening in Bignonia. Bignonia is a dicot plant generally known as crossvine. The common species is Bignonia capriolata. The common name is from the fact that when you cut the stem of this plant, you can see the characteristics cross shape. And this cross shape is in fact due to its peculiar secondary thickening that we will discuss today. So regarding its primary structure, it has a wavy outline with prominent ridges and furrows. Epiderm is single layered with cuticle. Beneath the ridges, collenchymatous hypodermis is present, whereas beneath the furrows, parenchymatous hypodermis. Cortex is parenchymatous. Endodermis is not prominent and pericycle unilayered. Vascular bundle, as in the case of a typical dicot stem, conjoint, collateral, open with entire xylem. And the vascular bundles are arranged as a broken ring around the pith. Coming towards its anomalous secondary thickening, Bignonia has a normal cambium with abnormal behavior. During the beginning of secondary activity, the cambium produces more amount of secondary xylem internally and less amount of secondary phloem externally, which is quite normal. But after some time, at 4 different points, that means the cambium develops unidirectional areas of abnormal activity at 4 diagonal points. Exactly diagonal point pole opposite 4 സ്ഥലങ്ങളിൽ എന്ത് ചെയ്യും, ക്യാമ്പിയം, അവിടെയുള്ള ക്യാമ്പിയം അബ്നോർമലായിട്ട് ബിഹേവ് ചെയ്യും. ആ അബ്നോർമാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് ദീസ് പോയിൻറ്റ്സ് ദ ക്യാമ്പിയം പ്രൊഡ്യൂസസ് ലെസ്സർ എമൗണ്ട് ഓഫ് സൈലം. അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഇറ്റ് വിൽ പ്രൊഡ്യൂസ് മോർ എമൗണ്ട് ഓഫ് ഫ്ലോയം. സോ ദ റിസൾട്ട് എന്ന് പറയുന്നാൽ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയോക്കൂ, ഒരു കംപ്ലീറ്റ് സർക്കുലറായിട്ടിരിക്കുന്ന ഒരു സിലിണ്ടറായിട്ട് വരേണ്ട സൈലത്തിന് പകരം 4 സ്ഥലങ്ങളിൽ ആ സൈലത്തിലോട്ട് ഫ്ലോയം കുറച്ച് ഉള്ളോട്ട് വന്ന് നിൽക്കും. ദാറ്റ് മീൻസ് ഫ്ലോയം, സെക്കൻഡറി ഫ്ലോയം വിൽ ഇൻട്രൂഡ് ഇൻ ടു ദ സൈലം. അങ്ങനെ കാണാൻ പറ്റും. As a result of this, a characteristic structure is formed with a ridged and furrowed xylem cylinder. Xylem ridge furrow ഉള്ളതുപോലെ തോന്നും. ആ ഫറോ ഉള്ള സ്ഥലങ്ങളിൽ സെക്കൻഡറി ഫ്ലോയമാണ് വന്ന് നിൽക്കുന്നത്. ഇതിൻ്റെ ഒരു ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഇമേജ്. സി, ഇവിടെ ആ നടുക്ക് കാണപ്പെടുന്ന സെക്കൻഡറി സൈലം അറിയാം. അതിൽ കണ്ടോ റിഡ്ജുണ്ട്. റിഡ്ജ് വരുന്നവിടെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. തൊട്ടടുത്തുള്ള ഒരു ഫറോ ആണ്. ആ ഫറോയിൽ മുഴുവനും സെക്കൻഡറി ഫ്ലോയമാണ്. സെക്കൻഡറി ഫ്ലോയത്തിൽ ക്രോസ് ചെയ്ത് കാണപ്പെടുന്നത് അതിൻ്റെ ബാസ്റ്റ് ഫൈബേഴ്സാണ്, ഫ്ലോയ ഫൈബേഴ്സാണ്. ആൻഡ് ദിസ് ഈസ് മച്ച് മോർ ക്ലിയർ ഇൻ ദിസ് നെക്സ്റ്റ് പിക്ചർ. സി ഹിയർ ദ റെഡ് ഓർ ഓറഞ്ച് കളേർഡ് റീജിയൻ ഈസ് കംപ്ലീറ്റ്ലി സെക്കൻഡറി ഫ്ലോയം. സെക്കൻഡറി ഫ്ലോയം അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അവിടെ ക്രോസ് ആയിട്ടുള്ള ബാസ്റ്റ് ഫൈബേഴ്സ് കാണിച്ചിട്ടില്ല, പക്ഷെ ക്ലിയർ ആയിട്ട് ഈ സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും പൊസിഷൻ അറിയാൻ പറ്റും. Now, the ridges are wider than the grooves. In the secondary phloem formed in the grooves, parallel strips of bast fibers are formed. See, പടത്തിൽ കണ്ടോ, റിഡ്ജ് ഉണ്ട്, ഫറോ ഉണ്ട്. ഫറോ വരുന്ന എവിടെയാണ്? അവിടെ ഉള്ള സെക്കൻഡറി ഫ്ലോയത്തിൽ ക്രോസ് ആയിട്ടുള്ളത് ബാർസ് ഉണ്ട്. അത് ഫ്ലോയം ഫൈബേഴ്സാണ്. കാരണം ദീസ് ആർ ക്ലിയറൻകൈമാറ്റിക് സെൽസ്. അല്ലെങ്കിൽ അങ്ങനെ ഫൈബർ ഇല്ലെങ്കിൽ ഓപ്പോസിറ്റുള്ള റിഡ്ജിലുള്ള സെക്കൻഡറി സൈലം വിൽ പുഷ് ദ ഫ്ലോയം ആൻഡ് ദ ഫ്ലോയം മേ ക്രഷ്. ഇൻ ഓർഡർ ടു പ്രിവെൻറ്റ് ദിസ് ക്രഷിംഗ്, ദറ്റ് ഫ്ലോയം ഫൈബേഴ്സ് ആർ പ്രസൻറ്റ് ഇൻ ദ ഗ്രൂവ്സ്. The cambium breaks up into number of strips. The wider one remains on the top of the ridges and the narrower one remains at the base of the groove. ഈ പടത്തിൽ നോക്കിയാൽ ക്യാമ്പിയം നോക്കിക്കഴിഞ്ഞാൽ, ഇവിടെ ക്യാമ്പിയം കാണിക്കാം, ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, ശ്രദ്ധിച്ചറിയാം. ക്യാമ്പിയം, സി ദിസ് ഏരിയ അവിടെ കാണുന്നത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ വരച്ചതിനപ്പുറത്താണ് കേട്ടോ, ആ റിഡ്ജിന് മുകളിലാണ്. ബട്ട് ഇൻ ദ ഗ്രൂവിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ സി ആ ഏരിയ, അത് ഉള്ളോട്ടല്ല, യെസ്, അവിടെ കാണുന്നത് ക്യാമ്പിയമാണ്. അപ്പോൾ ഓർമ്മിക്കുക, റിഡ്ജിൽ മുകളിൽ ക്യാമ്പിയം, താഴെ ക്യാമ്പിയം. അപ്പോൾ ക്യാമ്പിയം ഈ സ്പ്ലിറ്റ് ചെയ്ത് പോയിട്ട് സ്ട്രിപ്പായി മാറി. ചില ക്യാമ്പിയം മുകളിലാണ്, ചില ക്യാമ്പിയം താഴെയാണ്. ആ താഴെയുള്ള ക്യാമ്പിയം നാരോ റീജിയനാണ്, വേറെ ബ്രോഡ് റൗണ്ട്സ് ആർ പ്രസൻറ്റ് അറ്റ് ദ റിഡ്ജ്. അങ്ങനെ 2 സ്ഥലത്തും ക്യാമ്പിയം കാണാം. The number of
wedges formed is usually 4 in number, symmetrically arranged corresponding in position to the larger primary vascular bundle. ഈ വാസ്കുലർ ബണ്ടിൽ ആദ്യം 4 ഉള്ളതുകൊണ്ടാണ് 4 എന്താണ് ഈ വെഡ്ജ് പോലെ കാണപ്പെടുന്നത്. നോക്കണമെന്നില്ല. ഇതാണ് ഒരു ബിഗ്നോണിയയുടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പാർട്ട് ഇങ്ങനെ ഇരിക്കും. നിങ്ങളുടെ ടെക്സ്റ്റിലും ഈ ഇമേജ് കാണുമായിരിക്കും. ദെൻ ഇൻ ദിസ് ഇമേജ് യു ക്യാൻ നോട്ടീസ് സെക്കൻഡറി ഫ്ലോയം കാണാം, ദെൻ മെഡുലറി റേ കാണാം, ദെൻ സെക്കൻഡറി സൈലം, എല്ലാ റീജിയനും കാണാം. കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് വ്യൂ ആണ്. അതൊരു റിഡ്ജുലർ ഏരിയയാണ് കാണിച്ചിരിക്കുന്നത്. ദെൻ ഇത് കൂടാതെ ദ ഓൾഡ് സ്റ്റെമ്മിൽ cambium and secondary cortex are present. Obviously Periderm formation will take place. And the primary phloem ഉണ്ടായിരുന്നല്ലോ ആദ്യം is crushed and present in the small patches. ഔട്ടറിൽ primary phloem ഉണ്ടായത് ക്രഷ് ചെയ്തങ്ങ് പോകും. And the primary xylem is present towards the pith. Its location is just opposite to the primary phloem. ഇനി പ്രൈമറി സൈലം ഉണ്ടായിരുന്നല്ലോ, അത് പിത്തിലോട്ട് നീങ്ങി പോകും, അങ്ങനെ പുഷ് ചെയ്ത് പോകും. ഇനി അതിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ പ്രൈമറി സൈലത്തിന് ഓപ്പോസിറ്റ് നോക്കിയാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് കുറച്ചുകൂടെ ഒരു എന്താ പറയുക, എനിക്കൊരു കിട്ടിയൊരു ഇമേജാണ്. കണ്ടത് ഒറിജിനൽ ക്രോസ് സെക്ഷൻ ഇമേജ് ഇങ്ങനെ ഇരിക്കും. മറ്റെന്തോ തൊട്ടുമുമ്പ് കാണിച്ചതും ഡീറ്റെയിൽഡ് വ്യൂ ആണ്, പക്ഷേ അതൊരു തരം ഡ്രോയിങ് പോലെ. ഇതൊരു ക്രോസ് സെക്ഷനാണ്. ഇതിൽ ക്ലിയറായിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കേണ്ടത് കണ്ടോ, സ്ക്ലീറോട്ടിക് ബാൻഡ് എന്ന് പറയുന്നത് ബാസ്റ്റ് ഫൈബേഴ്സാണ്, ഫ്ലോയ ഫൈബേഴ്സാണ്. സെക്കൻഡറി ഫ്ലോയമാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യാം, നോക്കിക്കോ. സെക്കൻഡറി ഫ്ലോയം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ തൽക്കാലം ഇതും കൂടെ മാർക്ക് ചെയ്യണ്ട. ഞാനിപ്പോൾ വരച്ച മുഴുവൻ സെക്കൻഡറി ഫ്ലോയമാണ്. ഒരു 1 കണ്ടോ, ഇത് 2 3 4 ഇതെല്ലാം സെക്കൻഡറി ഫ്ലോയമാണ്. ദെൻ കണ്ടോ ഇങ്ങനെ വരുന്നുണ്ട്. ആൻഡ് ഈ വരയുടെ മുകളിൽ ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്ന ആ ഏരിയയിലും സെക്കൻഡറി എന്തുണ്ട്, ഫ്ലോയമുണ്ട്, ഇവിടെയുണ്ട്. പക്ഷേ ഈ പറഞ്ഞ 1 2 ഈ പറഞ്ഞ ഈ റിഡ്ജ്, സോ എന്താ പറയുക, ഗ്രൂവിൻ്റെ എവിടെ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് സെക്കൻഡറി ഫ്ലോയമാണ്. സൈലത്തിലൂടെ ഇൻറോഡിൽ പോയി ഇതിനെ ക്രോസ് ചെയ്ത് എന്തുണ്ട്, സ്ക്ലീറോട്ടിക് ബാൻഡ്സ് ഉണ്ട്. അത് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ വിത്ത് ബിഗ്നോണിയ. സോ എന്തെങ്കിലും ഡൗട്ടുണ്ട്, എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ആസ് ഇൻ ദ കേസ് ഓഫ് അതർ ലെസൺസ് യു ക്യാൻ ടെക്സ്റ്റ് മീ. ഓക്കെ, അപ്പോൾ നല്ല വൃത്തി ടെക്സ്റ്റ് വായിച്ച് നോക്കുക. ദെൻ ഗോ ത്രൂ ദിസ് സ്ലൈഡ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്.